ദുഃഖവെള്ളി. സൃഷ്ടിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി അനന്തമായ സ്നേഹത്താൽ സ്രഷ്ടാവ് യാഗമായി തീർന്നതിൻ്റെ ഓർമ്മദിനം. മാർച്ച് 29 AD 327 രക്തസാക്ഷികളായ വിശുദ്ധ ജോനാസും ബെറാക്കീസിയൂസും കൂട്ടരും. ഈ വിശുദ്ധരുടെ ചിത്രങ്ങൾ ലഭ്യമല്ല. എങ്കിലും ഈ ദുഃഖവെള്ളിയാഴ്ച ആത്മശോധന ചെയ്യുവാൻ വളരെ സഹായകമായ ഒരു ചരിത്രമാണ് ഇവരെക്കുറിച്ചുള്ളത്. മോൺസിഞ്ഞോർ തോമസ് മൂത്തേടൻ രചിച്ച അനുദിന വിശുദ്ധർ എന്ന പുസ്തകത്തിൽ നിന്നും. പേഴ്സിയയിലെ സാപ്പോർ രാജാവ് തൻ്റെ വാഴ്ചയുടെ 18-ാം വർഷം ക്രിസ്ത്യാനികൾക്കെതിരായി ക്രൂരമായ പീഡനങ്ങൾ നടത്തി. ഹുബാബ എന്ന പ്രദേശത്ത് ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞ ജോനാസ്, ബെറാക്കീസിയൂസ് എന്നീ 2 സഹോദരന്മാർ അവിടെ എത്തി ക്രിസ്ത്യാനികളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. 9 പേരുടെ വധം കഴിഞ്ഞ ശേഷം ജോനാസിനെയും ബെറാക്കീസിയൂസിനെയും പിടിച്ച് പേഴ്സ്യൻ രാജാവിനെ വണങ്ങുവാനും സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, ജലം എന്നിവയെ ആരാധിക്കുവാനും പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. അതിന് അവർ തയ്യാറില്ലെന്ന് കണ്ടപ്പോൾ പേഴ്സ്യർക്ക് കോപമായി. ബെറാക്കീസിയൂസിനെ ജയിലിൽ അടച്ച ശേഷം ജോനാസിനോട് അഗ്നിയെ ആരാധിക്കാൻ അവർ പലവിധത്തിൽ പ്രേരിപ്പിച്ചു. അസന്നിഗ്ധമായി അദ്ദേഹം പറഞ്ഞു, സൂര്യനെയും ചന്ദ്രനെയും അഗ്നിയെയും ജലത്തെയും ഞാൻ ഉപേക്ഷിക്കുന്നു. പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. അവരെ ഏറ്റുപറയുകയും ചെയ്യുന്നു. പൊക്കിളിൽ കൂടി ഒരു കുറ്റി കയറത്തക്ക വിധം കമിഴ്ത്തിക്കിടത്തി പുറത്ത് വടികൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഏറ്റുപറച്ചിൽ. അനന്തരം അദ്ദേഹത്തെ വെള്ളം മഞ്ഞുകെട്ടയായി ഉറച്ചു കിടക്കുന്ന കുളത്തിൽ കിടത്താൻ പ്രസിഡന്റ് ആജ്ഞാപിച്ചു. കുറേ സമയം കഴിഞ്ഞ് ബെറാക്കീസിയൂസിനെ വിളിച്ചു പറഞ്ഞു, സഹോദരൻ അഗ്നിക്ക് ബലി ചെയ്തുവെന്ന്. ഒരു സൃഷ്ടിക്ക് സഹോദരൻ ദിവ്യബഹുമാനങ്ങൾ കൊടുത്തിട്ടുണ്ടാവുകയില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് സത്യദൈവത്തെ അദ്ദേഹം പ്രകീർത്തിക്കുവാൻ തുടങ്ങി. ഈ പ്രസംഗങ്ങൾ കേട്ടാൽ ജനങ്ങൾ മാനസാന്തരപ്പെടുമെന്ന് ഭയന്ന് പരസ്യമായി വിചാരണ ചെയ്യേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു. അനന്തരം പഴുത്ത ചെമ്പ് തകിടിൽ കൈകൾ വെപ്പിച്ചു. നാസാദ്വാരങ്ങളിൽ ഈയം ഉരുക്കിയൊഴിച്ചു. പിറ്റേ ദിവസം ബെറാക്കീസിയൂസ് അഗ്നിദേവനെ പൂജിച്ചിരിക്കുന്നുവെന്ന് ഉദ്യോഗസ്ഥന്മാർ ജോനാസിനോട് പറഞ്ഞു. അദ്ദേഹം അത് വിശ്വസിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ ഓരോന്നായി മുറിച്ചു കളഞ്ഞു. ശിരസിലെ തൊലി പൊളിച്ചെടുത്തു. നാവ് മുറിച്ചു കളഞ്ഞു. പിന്നീട് ഒരു യന്ത്രത്തിൽ വച്ച് ശരീരം ഞെക്കി തരിപ്പണമാക്കി. ഇത് ബെറാക്കീസിയൂസിന് കാണിച്ചു കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരം രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇത് ഞാൻ മെനഞ്ഞുണ്ടാക്കിയതല്ല, ഞാനത് നശിപ്പിക്കുകയുമില്ല. സ്രഷ്ടാവ് ഒരിക്കൽ അതിനെ പുനരുദ്ധരിക്കും എന്നായിരുന്നു ഈ ധീരരക്തസാക്ഷിയുടെ മറുപടി. മുള്ളുകൊണ്ട് കുത്തുകയും മുള്ളിൽ ഉരുട്ടുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെയും യന്ത്രത്തിൽ ഞെരുക്കി. തത്സമയം തിളയ്ക്കുന്ന ടാർ വായിലൊഴിച്ചു. 327 ഡിസംബർ 24-ാം തീയതിയായിരുന്നു ഈ 2 സഹോദരന്മാരുടെയും രക്തസാക്ഷിത്വം. വചനം യോഹന്നാൻ 19-ാം അധ്യായം 26-27 വാക്യങ്ങൾ. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. വിചിന്തനം. ഈ ധീര രക്തസാക്ഷികൾക്ക് ഈ കൊടിയ പീഡനങ്ങൾക്കിടയിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൂടായിരുന്നോ? എന്നിട്ടും അവർ അങ്ങനെ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? തങ്ങളുടെ വിശ്വാസത്തെ പ്രതിയാണ്. മാലാഖ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അടുക്കലേക്ക് വരുന്നത് മുതൽ യേശുവിൻ്റെ കുരിശമരണം വരെയും മാതാവും ഇതേപോലെ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം വിട്ടു നൽകി. നമ്മുടെ ഓരോരുത്തരെയും വിളിയും അത് തന്നെയാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ക്രിസ്തുവിനെ പ്രഘോഷിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. അങ്ങനെ നിത്യമായ സ്വർഗജീവിതത്തിന് അർഹമായി തീരുക. നമുക്കും ഒരു യാഗവസ്തുവായി തീരാം. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന ഒരു യാഗവസ്തു.